ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പായതുകൊണ്ട് അധിക പേരും സ്നാക്സ് നമ്മൾ പൊരിച്ച കടികളായിരിക്കും കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റീം ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ചിക്കൻ മോമോസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനും കൂടെ ആയിട്ടോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിതിലേക്ക് ഫസ്റ്റ് ഇതിലേക്കുള്ള ഒരു ചട്നി തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. അതൊന്ന് മുളകൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഒരു 10 വറ്റൽമുളക് ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 2-3 മിനിറ്റോളം അതിൽ കിടന്നൊന്നിങ്ങനെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒന്നായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 4 മീഡിയം സൈസിലുള്ള തക്കാളി കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 2 മതിയാവും. അതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാനൊരു 4 എടുത്തിട്ടുള്ളത്. ഇനി അത് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ഒന്നും കൂടെ അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോഴേക്കന്നെ അത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ അത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കുക കേട്ടോ. തക്കാളിയും അതുപോലെ തന്നെ ആ വറ്റൽമുളകും അതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം. ആ തക്കാളിയുടെ പുറമെയുള്ള സ്കിന്നൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിതൊന്ന് ചൂടുവെള്ളത്തിൽ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നോർമലായിട്ട് ചിക്കൻ അങ്ങനെ വേവിച്ചെടുക്കാറില്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേവാവാത്തൊരു പ്രശ്നം നമുക്ക് വരില്ല കേട്ടോ. അപ്പോൾ 200 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഞാൻ ഇത് കുക്കറിൽ 2 വിസിലടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേവായി വരുന്നതോട് കൂടി അതിൽ വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് വറ്റിച്ചെടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം കേട്ടോ നമ്മളിത് എടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് മാവൊന്ന് നമുക്ക് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന് 1 കപ്പോളം മൈദ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ അതിലേക്ക് കുറേശ്ശെ പച്ചവെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതേപോലെ ഒന്ന് അങ്ങ് കുഴച്ചെടുത്താൽ മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ, പക്ഷെ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടൂല എന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന മൈദയുടെ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ, അതുകൊണ്ട് ഒരു കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല. ഇനി നമുക്കിത് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. കണ്ടില്ല, നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ളത് അതിലേക്ക് നേരത്തെ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു വറ്റൽമുളക് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു തക്കാളിയുടെ ആ ഒരു സ്കിന്നൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് വഴറ്റിയിട്ടെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അത് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ ഞാനിവിടെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിച്ച് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ആക്കി എടുക്കണേ. ഇനി മിക്സിയുടെ ഒന്ന് ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചിട്ട് എടുക്കണേ. അപ്പോൾ അതാ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നൈസാക്കിയിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മളിത് പച്ചക്കാണ് അരച്ചെടുക്കാറുള്ളത്, പക്ഷേ ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വേവാവാത്ത പ്രശ്നമൊന്നും നമുക്ക് വരില്ല. ഇനി നമ്മളൊരു ബൗളെടുക്കാം. എന്നിട്ട് ആ ബൗളിലേക്ക് നമ്മുടെ ഈ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ.
നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് ആക്കിയിട്ട് തന്നെ എടുത്താൽ മതി. 1 ടീസ്പൂണോളം തന്നെ ഇഞ്ചിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കേട്ടോ, അതിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നോർമലി കുരുമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മിക്സ് ചെയ്തിട്ട് കമ്മിയായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതാ 2 ടീസ്പൂണോളം സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണോളം തന്നെ ഞാൻ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി, ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ. പിന്നെ കുറഞ്ഞ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണേ. ആ ഒരു വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പേസ്റ്റൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും ചിക്കനൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും ഒന്ന് മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നല്ല പോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നമ്മുടെ ആ ഒരു പുറമെയുള്ള ഷീറ്റ് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ കട്ടിയില്ലാണ്ടും കിട്ടുള്ളൂ കേട്ടോ, നൈസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് ഞാൻ 2 പോർഷനാക്കിയിട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഒരു പോർഷൻ ഒന്ന് പരത്തിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ബോർഡിലോ കുറച്ച് പൊടിയിട്ടിട്ട് ഒന്നങ്ങ് പരത്തിയെടുത്താൽ മതി. 2 സൈഡും പൊടിയിട്ട് കൊടുത്താണ് നല്ല നൈസായിട്ട് തന്നെ അങ്ങ് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് അതുപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും ഇങ്ങനെ കട്ടില്ലാത്ത രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കട്ടർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും അടപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാമെന്നുള്ളൂ കേട്ടോ. എന്തിൻ്റെയും ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട്, ഇപ്പോൾ അതുപോലത്തെ കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതിൻ്റെയും ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം ഒരു വലിപ്പത്തിൽ വല്ലാണ്ട് ഓവർ സൈസ് അല്ല, എന്നാലൊരു മീഡിയം സൈസിൽ വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. വല്ലാണ്ട് ചെറുതായി പോയാൽ നമുക്ക് ഫില്ലിങ്സ് ഒക്കെ വെക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചൊരു വട്ടമുള്ള ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു 5 എണ്ണം കിട്ട് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ എക്സ്ട്രാ വന്ന് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കണ്ട് എടുത്തിട്ട് ഒഴിവാക്കുക കേട്ടോ. അത് വീണ്ടും കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് അങ്ങ് മാറ്റി വെക്കാം. ഇനി അതിൽ നിന്ന് ഒരു പോർഷൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളൊക്കെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനുണ്ടാവുള്ളൂ കേട്ടോ. ഇനി 2 സൈഡും കൂടെ ഇതുപോലെ ഒന്നങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒട്ടിയിട്ട് വരും കേട്ടോ. ഇതുപോലെ എല്ലാം ഇനി ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് കൊടുത്താലും മതി. പക്ഷേ അത് ഒട്ടി തന്നെ പെട്ടെന്ന് കിട്ടും. ഇതുപോലെ ആക്കിയെടുക്കുക. ഒരു അടക്കം ആക്കിയെടുത്ത പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം 2 സൈഡും കൂടെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് കേട്ടോ. വല്ലാണ്ട് ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ നിറഞ്ഞൊക്കെ എടുക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ഷേപ്പാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ലേ. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റൗവിൽ ഞാൻ സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം ഓൺ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ താഴ്ഭാഗത്ത് കുറച്ച് ഓയിലോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണ്ട നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടിച്ച് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നല്ല പോലെ കുക്കായിട്ട് കിട്ടുക. ഇപ്പോൾ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നിങ്ങനെ ആവി പോയതിന് ശേഷം ഇതിൽ നിന്ന് അങ്ങ് മാറ്റിയെടുത്താൽ മതി ഒരു പ്ലേറ്റിലോട്ട്. അപ്പോൾ നേരെ ചൂടോട് കൂടി കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുമ്പായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ നല്ല ഒരു ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊന്നും പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചട്നി ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു മോമോസ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മോമോസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.